وعلى آله وصحبه. സഹോദരന്മാരെ, സഹോദരിമാരെ, ത്വായിഫ് എന്ന അതിപ്രശസ്തമായ സൗദി അറേബ്യയിലെ സുഖവാസ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഊട്ടിയിലേക്കൊക്കെ പോകുന്നത് പോലെ സൗദിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, വിശേഷിച്ച് മക്ക, മദീന, ഹിജാസിലെ പ്രദേശങ്ങളിൽ നിന്നും വളരെ സുഖവാസ കേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഒരു മഹത്തായ ഭൂപ്രദേശമാണ് ത്വായിഫ് എന്ന് പറയുന്നത്. ത്വായിഫ് എന്നത് വളരെ പഴക്കമുള്ള, പ്രാചീന കാലത്ത് അറബ് ഗോത്രങ്ങളിലെ സഖീഫ്, ഉംയർ എന്നീ രണ്ട് ഗോത്രങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ്. പ്രധാനമായും സഖീഫ്, ഉംയർ എന്നീ ഗോത്രക്കാരായിരുന്നു അവിടെ താമസം. വജ്ജ് എന്ന പേരിലാണ് ഈ പ്രദേശത്തിന് മുമ്പ് പേര് വജ്ജ്. ആ പ്രദേശം പിന്നെ ത്വായിഫ് എന്ന പേരിൽ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇത് രണ്ട് നിലയിൽ പറയപ്പെടുന്നുണ്ട്. ഇബ്നുൽ കൽബിയുടെ കിതാബ് ഇബ്നുൽ കൽബിയിൽ വിവരിക്കുന്നത് പ്രകാരം ദമ്മൂൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ പിതൃപുത്രനെ കൊന്നുകൊണ്ട് ഈ വജ്ജ് എന്ന പ്രദേശത്തേക്ക് ചെല്ലുകയും അവിടുത്തെ പ്രധാനികളുമായി കണ്ട് അവിടെ നിന്ന് കല്യാണം കഴിക്കാനും, അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുമായി കല്യാണം കഴിക്കാനും പറ്റുന്ന ഒരു ബന്ധവും സഖ്യവും നമുക്കിടയിൽ ഉണ്ടാവണം എന്ന് അവിടുത്തെ പ്രധാനിയെ ചെന്ന് കണ്ടുകൊണ്ട് പറയുകയും, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒക്കെ എത്രയോ മുമ്പാണ്. രണ്ടാമത്തെ കാരണം പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിന്റെയും മുൻപുള്ള കാരണമാകാനാണ് ഇത് സാധ്യത. അദ്ദേഹം അവരിൽ നിന്ന് കല്യാണം കഴിക്കാൻ സഖ്യം ചേരുക എന്ന അടിസ്ഥാനത്തിൽ പറയുമ്പോൾ വളരെ വലിയ കച്ചവടക്കാരനും ധനികനുമായിരുന്ന അദ്ദേഹം വളരെ സമ്പത്തുമായാണ് ഈ പ്രദേശത്തേക്ക് വന്നത്. ഒത്തിലേക്ക് ആ പ്രദേശത്ത് വന്ന് അവരുമായി സമ്പത്ത് കണ്ടപ്പോൾ അവരും അത് സമ്മതിക്കുകയും, ഞാൻ നിങ്ങൾക്ക് ഈ പ്രദേശത്ത് താമസമാക്കിയാൽ, നിങ്ങളിൽ നിന്ന് എനിക്ക് ഇണയെ തന്ന് ഇവിടെ താമസമാക്കിയാൽ, ഞങ്ങളുടെ ഗോത്രക്കാരിൽ നിന്ന് നിങ്ങളും കല്യാണം കഴിക്കുന്ന നിലയിലുള്ള സഖ്യബന്ധം നമുക്കിടയിൽ ഉണ്ടായാൽ ഇവിടെ ഒരു വലിയ സുഭദ്രമായ കോട്ട, ചുറ്റി നിൽക്കുന്ന ഒരു കോട്ട ഈ പ്രദേശത്തിന് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ത്വയ്ഫ് എന്നാണ് ആ അർത്ഥത്തിൽ കോട്ടയ്ക്ക് ചുറ്റി നിൽക്കുന്ന കോട്ടയ്ക്ക് പറയുന്നത്. അദ്ദേഹം അത് നിർമ്മിച്ചു നൽകുകയും അദ്ദേഹത്തിന്റെ നിപുണതയിലും കഴിവിലും മതിപ്പ് തോന്നി ആ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അറബ് ഗോത്രക്കാർ സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നും, ഈ ത്വയ്ഫ് നിർമ്മിക്കപ്പെട്ടു എന്ന നിലക്കാണ് ഈ പ്രദേശത്തിന് ത്വായിഫ് എന്ന പേര് വന്നതെന്നുമാണ് കിതാബുകളിൽ കൽബിയിൽ പറയുന്നത്. അതേസമയം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനവറുകൾ വിവരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിജനമായ മരുപ്രദേശമായിരുന്ന മക്കയിൽ വെച്ച് സ്വന്തം പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നാക്കി പോകുമ്പോൾ പ്രാർത്ഥിച്ച പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ ഇവിടത്തുകാർക്ക് നല്ല കനികളും കായ്ക്കനികളും എല്ലാത്തരം കനികളിൽ നിന്നും നീ ഭക്ഷിപ്പിക്കണമെന്നും, വർസുഖ്ഹും മിനസ് സമറാത്തി, എല്ലാ കായ്ക്കനികളും ഇവർക്ക് ഭക്ഷിപ്പിക്കണമെന്നും, ഇവിടെ ജനപ്രദേശമാക്കണമെന്നും, വിജനത നീക്കണമെന്നുമെല്ലാം പ്രാർത്ഥിച്ച, പട്ടണമാക്കണമെന്നും വനതാക്കണമെന്നും നിർഭയരാജ്യമാക്കണമെന്നും ഒക്കെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച അവന്റെ ഭൂപ്രദേശത്തിൽ നിന്ന് അതിശ്യാമളമായ കൃഷിയിടങ്ങളുള്ള, നദികളുള്ള, നല്ല വെള്ളമുള്ള, ഈ മരുപ്രദേശങ്ങൾക്കിടയിൽ വളരെ കൃഷി ചെയ്യാൻ യോഗ്യമായ മണ്ണും
വെള്ളവും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു പ്രദേശത്തെ അല്ലാഹു തആല പ്രത്യേകം നിർദ്ദേശിച്ച് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് വരുവാൻ വേണ്ടി കൽപ്പിക്കുകയും ആ പ്രദേശം കഅബയെ വന്ന് തവാഫ് ചെയ്യുകയും ചെയ്തു. തവാഫ് ചെയ്ത ശേഷം ആ പ്രദേശം ഈ കഅബയുടെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന കായ്ക്കനികളുടെ പ്രദേശമായി നിലകൊള്ളുകയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അതിന് സന്നദ്ധമാവുകയും ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ബൈത്തും കഅബയും തവാഫ് ചെയ്ത ഭൂമി എന്ന അർത്ഥത്തിലാണ് ത്വാഇഫ് എന്ന പേര് വന്നതെന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം പറയുന്നത്. രണ്ട് നിലക്ക് നമ്മൾ ചിന്തിച്ചാലും കെട്ടുകൊണ്ടും കോട്ടകൾ കൊണ്ടും സുഭദ്രമായ എന്നാൽ മരുഭൂപ്രദേശങ്ങളിൽ ഏറ്റവും സുന്ദരമായി തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അതുപോലെ ഈന്തപ്പനകളും ധാരാളം കൃഷിയിടങ്ങളും എല്ലാം ഉള്ള ഈ മഹത്തായ പ്രദേശം ഒരു ബറക്കത്തുള്ള പ്രദേശമാണ്. അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള മക്കക്കാർക്കുള്ള എല്ലാ ഭക്ഷണ വിഭവങ്ങൾക്കുമായി അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള പ്രദേശമാണിത്. കാലങ്ങളായി മക്കയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന കൃഷിയിനങ്ങളും ഉൽപ്പന്നങ്ങളും എല്ലാം ത്വായിഫിൽ നിന്നും തന്നെയാകുന്നു എന്നത് അള്ളാഹു ഈ പ്രദേശത്തിന് വേണ്ടി ഒരുക്കിയതാണ് ത്വായിഫിനെ എന്നതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തന്നെ അള്ളാഹു തആല സംവിധാനിച്ചതാണ് ത്വായിഫിനെ എന്നതിന് ശക്തമായ തെളിവായി നിൽക്കുന്നു. പക്ഷെ നമ്മൾ ത്വായിഫ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലോടിയെത്തുക മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞ സ്ഥലം, പരിഹസിച്ച സ്ഥലം, ഊഴി വിളിച്ച സ്ഥലം, നബിയെ ഭേദ്യം ചെയ്ത സ്ഥലം, പ്രയാസപ്പെടുത്തിയ സ്ഥലം എന്നാണ്. അത്തരം ഒരു വെറുപ്പ് ഈ നാടിനോട് തോന്നേണ്ടതില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് അന്ന കാലത്താണ്. അതായത് വിശ്വസിക്കാത്ത ആളുകൾ, അവിശ്വാസികൾ നിലകൊണ്ടിരുന്ന ഒരു കാലം. ആ മർദ്ദനവും പ്രയാസവും എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോരുമ്പോൾ ആ പ്രദേശത്തുകാരെ നശിപ്പിക്കാം, ഈ മല അവർക്ക് നേരെ പറിച്ചെറിഞ്ഞുകൊണ്ട് നമുക്കവരെ മുച്ചൂടും നശിപ്പിക്കാമെന്ന് മല കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്ക് പ്രത്യേകം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണ്ടു പറഞ്ഞു വന്നു. ആ സമയത്ത് നബി അതിന് സമ്മതിക്കാതെ അവർ വിവരമില്ലാത്ത ജനതയാണ്, അവർ സാധുക്കളാണ്, അവരെ നീ ഹിദായത്താക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ ത്വായിഫിന്റെ ദാരുണമായ വേദനാജനകമായ ആ മർദ്ദന സംഭവങ്ങൾക്കിടയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണ നിറഞ്ഞ ഈ പ്രാർത്ഥനയും നമ്മൾ ഓർക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായി പിന്നീട് ത്വായിഫുകാർ വിശ്വസിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ത്വായിഫിനെ ഫതഹ് ചെയ്യുന്ന മഹത്തായ യുദ്ധം ഉസുവത്തു ത്വായിഫ് എന്ന പേരിൽ തന്നെ ഈ ത്വായിഫിന്റെ ഉസുവത്ത്, ഔതാസിന്റെ ഉസുവത്ത്, ഹുനൈനിന്റെ ഉസുവത്ത് ഇതെല്ലാം 2-3 ഇടങ്ങളിലായി മക്ക ഫതഹ് ചെയ്ത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുകയും മക്ക ഫതഹ് ചെയ്യാൻ വന്ന 12,000 അംഗങ്ങളുള്ള ആ വലിയ സൈന്യവുമായി വന്നതിൽ ഈ പ്രദേശങ്ങളും മണ്ണുമെല്ലാം ഇസ്ലാമിന് ഫതഹാവുകയും ആദ്യത്തിൽ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ട് ഓടിപ്പോയെങ്കിലും പിന്നീട് അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന ചരിത്രപ്രകാരം നമ്മൾ ഈ ശാപഭൂമി എന്ന നിലയിൽ ഈ മണ്ണിനെ കാണേണ്ടതില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾക്കും കായ്ക്കനികളും അവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൃഷിയിടവും സമൃദ്ധിയും ബർക്കത്തും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഭൂപ്രദേശവും ഭൗമികവുമാണ് ഇവിടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ത്വായിഫിനെ കാണേണ്ടത്. നമുക്കറിയാം ഈ ത്വായിഫിന്റെ മണ്ണിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കഥകൾ മദ്രസ പാഠപുസ്തകത്തിൽ മുതൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ ചരിത്രത്തിന്റെ പ്രദേശങ്ങളിലെ ചില ഓർമ്മകൾ, ആ ഓർമ്മകൾ നിലനിൽക്കുന്ന തരത്തിലുള്ള ചില പ്രദേശങ്ങൾ നമ്മുടെ ഈ യാത്രയിൽ സന്ദർശിക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞ ആ സംഭവവും അതിനുശേഷമുണ്ടായ സംഭവവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുക. അതിനായിക്കൊണ്ട് തന്നെ
ആ സംഭവം ചുരുക്കി വിവരിക്കേണ്ടതുണ്ട്. നമ്മുടെ അമീർ തുടങ്ങി വെച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമായ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്ന ബാല്യത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹനെ പിതാവിന്റെ സ്ഥാനത്തും പിതാവിനേക്കാൾ വാത്സല്യപൂർവ്വം നോക്കി വളർത്തുന്ന ഒരു പിതാമഹനായിക്കൊണ്ട് തന്നെ അല്ലാഹു തആല കനിഞ്ഞേകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബ്ദുൽ മുത്തലിബിന്റെ വിയോഗാനന്തരം അബൂ ത്വാലിബ് എന്ന നബിയുടെ മൂത്താപ്പയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സംരക്ഷിച്ച് വളർത്തിയത് എന്ന് നമുക്കറിയാം. കുട്ടിക്കാലത്തെ വളർത്തലല്ല, നബിയായി കഴിഞ്ഞ ശേഷമുള്ള ആ സംരക്ഷണം വല്ലാത്തൊരു സംരക്ഷണമാണ്. അറേബ്യൻ ഗോത്രം ഒന്നടങ്കം, തന്റെ കൂട്ടക്കാരും കുടുംബവും ഒന്നടങ്കം, തന്റെ കുടുംബത്തിലെ ബനൂ ഹാശിം ഗോത്രത്തിലുള്ള അബൂലഹബിനെ പോലുള്ളവർ പോലും, സ്വന്തം മൂത്താപ്പയെ പോലുള്ളവർ പോലും നബിയെ നിരാകരിച്ചുകൊണ്ടും നബിയെ വെറുത്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിച്ചും കുറ്റപ്പെടുത്തിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സംരക്ഷകനായി നിലകൊണ്ടതാണ് അബൂ ത്വാലിബിന്റെ ധർമ്മം. അബൂ ത്വാലിബ് എന്ന ആ മുത്താപ്പ അതേപോലെ തന്നെ 25 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ആലംബമായി അവലംബമായി അള്ളാഹു കനിഞ്ഞേറ്റിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ എന്ന ആ മഹദിയുടെ സംരക്ഷണം, അത് വീട്ടിലെ സംരക്ഷണമാണ്, കുടുംബത്തിന്റെ സംരക്ഷണമാണ്, മാനസികമായ സംരക്ഷണമാണ്, നുബുവ്വത്തിന് വേണ്ടിയുള്ള സംരക്ഷണമാണ്, നിർധനരായ നബിക്ക് ധനം നൽകിക്കൊണ്ടുള്ള സംരക്ഷണമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വല്ലാത്ത സംരക്ഷണമായിരുന്നു അള്ളാഹുവിന്റെ സംരക്ഷണം. ഈ സംരക്ഷണത്തെ ഒക്കെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൂറത്ത് എന്ന പേരിൽ അറിയുന്ന വദ്ദുഹാ വല്ലൈൽ എന്ന സൂറത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. വലിയ അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതാവില്ലാത്ത അവസ്ഥയിലാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ പിതാവില്ലാത്ത യതീമായ ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രസവിക്കപ്പെട്ടപ്പോൾ യതീമായ നബിയെ സംരക്ഷിക്കുന്നതിന്റെ കാര്യമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ യതീമിനെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും വളർത്തുകയും കാവൽ നൽകുകയും ചെയ്ത് വളർത്തിയത്. ശേഷം സംരക്ഷണം നൽകി അഭയം നൽകിക്കൊണ്ട് അല്ലാഹു തആല അബൂ ത്വാലിബിലേക്ക് ഏൽപ്പിച്ചത്. ഇത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണ് അലം യജിദ്ക യതീമൻ ഫആവാ എന്നത്. വവജദക ضالًا ഫഹദാ, വഴിതെറ്റിയ ജനതയ്ക്കിടയിൽ ദിശ അറിയാതെ, എന്താണ് ഇതിന് പരിഹാരമാർഗമെന്നറിയാതെ, എന്താണ് ഈ ജനതയെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സ്ഥിതി എന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും മനോവേദനയോടും കഴിഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നുബുവ്വത്ത് നൽകി, ജ്ഞാനം നൽകി, വിവരം നൽകി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശൈശവം മുതൽ, ബാല്യം മുതൽ, യൗവനം മുതൽക്കുള്ള എല്ലാ ദശകളിലും അള്ളാഹു സംരക്ഷിച്ചു നൽകിയ ഹിദായത്ത് എന്ന ആ ആത്മീയമായ വെളിച്ചത്തിന്റെയും പ്രകാശത്തിന്റെയും സംസ്കാരപൂർണമായ അവിടുത്തെ ആ ജീവിതത്തിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ മഹത്തായ ഔദാര്യമാണ് വജദക ضالًا ഫഹദാ എന്നത്. വജദക ആയിലൻ ഫഅഗ്നാ എന്നത് ഈ നബുവത്ത് എന്ന ആ മഹത്തായ വെളിച്ചം കിട്ടിയപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർധനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയുടെ ധനം ലഭിച്ചതും വിവാഹത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം തികഞ്ഞ ഒരു വലിയ കുലീനനും ധനികനും മക്കയിലെ ഖുറൈശികൾ അടക്കം ദുർബലരടക്കം എല്ലാവർക്കും ആലംബവും അവലംബവും സഹായവുമായി കഴിയാവുന്ന ഒരു വല്ലാത്ത അവസ്ഥ, ഒരു സുരക്ഷിതത്വത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ധനികത്വത്തിന്റെയും എല്ലാം ഉള്ള ഒരു മഹത്തായ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ലഭിച്ചതിനെയാണ് വജദക ആയിലൻ ഫഅഗ്നാ എന്ന് പറയുന്ന വാക്യം സൂചിപ്പിക്കുന്നത്. ഈ മഹത്തായ 2 കാര്യങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിന്റെ ശേഷം നബിയെ ഏൽപ്പിച്ചു കൊടുത്ത ആ മഹത്തായ അഭയസ്ഥാനം നൽകിയ വലിയ അനുഗ്രഹവും, നിർധനരായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലെ വർത്തകപ്രമുഖയും റാണിയും എല്ലാ വിധത്തിലും കുലീനയും ധനികയുമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ധനം ഇഷ്ടം പോലെ ചെലവഴിക്കാനും സ്വന്തം ധനമായിക്കൊണ്ട് തന്നെ ഉപയോഗിക്കാനും കിട്ടിയ ആ ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അവസ്ഥയുമില്ല. ഒരൊറ്റ അടിക്ക് ഒരു 5 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ പെട്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റോപ്പ് ചെയ്യുന്നത്, എടുത്തു കളയുന്നത്. ഒരു പരീക്ഷണം തന്നെയാണ്. ആമുൽ ഹുസൻ എന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ ആ മഹത്തായ ദുരിതത്തിന്റെ അവസ്ഥ. അബൂ ത്വാലിബിന്റെ വേർപാട് തന്നെ ഏതാണ് രണ്ടും ആദ്യമുണ്ടായത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാനും 5 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ രണ്ട് ദുരന്തങ്ങളാണ്. അബൂ ത്വാലിബിന്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ യുവാവായ, അതും 40 വയസ്സ് തികഞ്ഞപ്പോൾ നുബുവത്തും പ്രവാചകത്വവും കിട്ടിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വലിയ യുവാവായ 40 പിന്നിട്ട് 50ഓളം വയസ്സായിട്ടുള്ള നബിയെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബിന്റെ വേർപാട് വലിയൊരു ദുഃഖമാകേണ്ടതില്ല. എന്നാൽ അങ്ങനെയല്ല അന്ന് മക്കയിലെ ദുരിതപൂർണമായ തന്റെ കുടുംബങ്ങളടക്കമുള്ള ശത്രുക്കളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായി നിൽക്കുകയും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ നബിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്ന ഒരവസരത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേക്കിട്ട് കയറാതെ, ശരീരത്തിൽ സ്പർശിക്കാതെ, നബിയെ പെട്ടെന്ന് പരസ്യമായി മാനം കെടുത്താതെയൊക്കെ ഇരുന്ന ആ ഒരു വലിയ സംരക്ഷണം അബൂ ത്വാലിബ് എന്ന തന്റെ പിതൃവ്യന്റെ മൂത്താപ്പയുടെ ആ കാവൽ കൊണ്ടും മൂത്താപ്പ ഉണ്ടായത് കൊണ്ടും, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ പ്രബോധന പ്രവർത്തനം നടത്തിക്കോ, ഞാനുണ്ട് കാവലിന് എന്ന് അവർ നൽകിയ ആ മഹത്തായ ദൃഢമായ പിന്തുണയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് വേർപാടോടുകൂടെ തന്നെ ദുഃഖം കടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർദ്ദിക്കാനുള്ള ആ പ്രതിഷേധത്തിന്റെ രോഷവും വൈരവും ശത്രുതയും എല്ലാം ഒളിച്ചു വെച്ച് കടിച്ചിറക്കിയിരുന്ന ആ ജനതയ്ക്ക് അബൂ ത്വാലിബിന്റെ മരണം വലിയ തുള്ളിച്ചാട്ടമായും ആനന്ദമായും അനുഭവപ്പെട്ടു. മരണത്തോടുകൂടെ തന്നെ നബിയെ ഭേദ്യം ചെയ്യാനും വഴിയിൽ നിൽക്കുമ്പോ സഫീഹുകളായി വിഡ്ഢികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴക്ക് പറയാനും ശകാരിക്കാനും ഒക്കെ ധൈര്യം കാണിച്ചു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചു. ഈ നബിയുടെ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അബൂ ത്വാലിബുള്ള കാലത്ത് ഞാൻ വളരെ വലിയ സംരക്ഷണത്തിലും ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭീതിയിലും ഭയത്തിലുമായിരുന്നു. അബൂ ത്വാലിബിനെ കുറിച്ച് അവർക്ക് ഭയമായിരുന്നു, ആദരവിന്റെ ഭയമായിരുന്നു എന്ന്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ശകാരവും ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലും ഞാനായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഒരു ഹദീസിൽ നബി തങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ വേർപാട് കഴിഞ്ഞത് തന്നെ ആ നിലയിലാണ് എത്തിയത്. പിന്നെ വീട്ടിലെ ദുരന്തമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാട്. ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. ത്വായിഫുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഖീഫ് എന്ന ഒരു മഹാഗോത്രവും ഹിമ്യർ എന്ന മഹാഗോത്രത്തിലെ ആളുകളുമാണ് അവിടെ താമസിക്കുന്നത്. സഖീഫ് ഗോത്രത്തിലെ പല വംശങ്ങളിൽ ഒരു വംശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മ ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ വംശം, ബനൂ സഅദ് ഗോത്രക്കാർ. ആ നിലക്കുള്ള ഒരു ബന്ധം അവർക്കുണ്ട്. അതോടൊപ്പം ഖുറൈശികളിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട കുലീനയായ ഒരു സ്ത്രീയെ സഖീഫുകാർ കല്യാണം കഴിച്ചു കൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധവും ഖുറൈശികൾക്ക് ഇവിടെയുണ്ട്. ഖുറൈശികളിൽ പലരുടെയും ഭൂപ്രദേശവും കൃഷിയിടങ്ങളും തോട്ടങ്ങളും എല്ലാം ത്വായിഫിലുണ്ട്. ഈ ബന്ധത്തിൽ അവരുടെ വല്ല കാവലും അവരുടെ വല്ല സംരക്ഷണവും പിന്തുണയും കിട്ടുമോ, ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുന്നത്. ത്വായിഫിലെ അന്നത്തെ സഖീഫ് ഗോത്രക്കാരുടെ മൂപ്പന്മാർ അബ്ദിയാലിൽ, മസ്ഊദ്, ഹബീബ് എന്നീ പറയുന്ന 3 പേർ, അംർ ഇബ്നു ഉമൈർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ആളുടെ 3 മക്കളാണ്. അവർ 3 പേരും പ്രധാനികളാണ്.
ആ മൂന്ന് പധാരികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത് എന്നാണ് ചരിത്രങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രധാനമായി ചില ചരിത്രകാരന്മാരും ചില കുറിപ്പുകളും ഹദീസുകളും എല്ലാം അബ്ദിയാലിയിലും അബ്ദു ഹുലാൽ എന്ന് പറയുന്ന ആളെയാണ് ഞാൻ പോയി സംസാരിച്ചത് നബി തന്നെ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയും പറയുന്നുണ്ട്. മൂന്നും ശരിയാണ്. കാരണം ജ്യേഷ്ഠാനുജന്മാരായ ആ മൂന്ന് പേരുമായാണ് നബി സംസാരിച്ചത്. അതിൽ പ്രധാനി അബ്ദിയാലിയും എന്ന് പറയുന്ന ആളായി. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ച്, ഞാൻ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകാം, വിജയങ്ങളും വാഗ്ദാനം ചെയ്യാം, അള്ളാഹുവിന്റെ സഹായം വാഗ്ദാനം ചെയ്യാം. നിങ്ങൾ എന്നെ സഹായിക്കുമോ, എന്റെ കൂടെ കൂടുമോ, എന്റെ സംരക്ഷണത്തിന്റെ ഭാരം ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ സംസാരം. അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയുമ്പോൾ അബ്ദിയാലിയിൽ എന്ന മൂപ്പൻ പറയുന്നത്, അധികാരി പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലും തിരുദൂതരും ഒക്കെ ആണെങ്കിൽ ഞങ്ങളൊന്നും അങ്ങയോട് സംസാരിക്കാൻ മാത്രമില്ലല്ലോ. അള്ളാഹിന്റെ തിരുദൂതരായ, മാനത്തെ അള്ളാഹുവിന്റെ തിരുദൂതരായി വന്ന് നിൽക്കുന്ന ആളോട് ഞങ്ങൾ ഭൂമിയിലെ ഏഴകളും പാവങ്ങളുമായിട്ടുള്ള ആളുകൾ എങ്ങനെ സംസാരിക്കാനാണ്? അള്ളാഹിന്റെ റസൂലാണെന്ന് സത്യമാണെങ്കിൽ, അതല്ല അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് അള്ളാഹുവിന്റെ അയച്ച ദൂതനാണെന്ന് കളവ് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ദുഷ്ടനുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയും ആ നിലക്കുള്ള ഒരു ഔചിത്യവും ഞങ്ങൾക്കില്ല. ആ നിലയ്ക്ക് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുമായി സംസാരിക്കാൻ കൂട്ടാക്കുകയില്ല. ഈ രണ്ട് നിലയിലാണ് ഒരു സംസാരം. ഒന്നുകിൽ അള്ളാഹുവിന്റെ റസൂലാണെന്ന് സത്യമാകണം, സത്യമാണെങ്കിൽ അങ്ങയോട് സംസാരിക്കാൻ മാത്രം ഞങ്ങളില്ല. അതല്ല അള്ളാഹുവിന്റെ റസൂലാണെന്ന് കള്ളമായി അള്ളാഹിന്റെ പേരിൽ പറയുന്നതാണെങ്കിൽ അങ്ങനത്തെ ദുഷ്ടനായ കള്ളനോട് സംസാരിക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സില്ല. ഈ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പെട്ടെന്ന് റസൂലാണെന്ന് വാദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളും എടുത്തുകൊണ്ട് വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കാണല്ലോ ഇത്. അവരിൽ നിന്ന് ഒരു പ്രതീക്ഷയും ഇല്ലെന്നും ആശയറ്റ രീതിയിലുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനം അവരോട് പറഞ്ഞു, എങ്കിലാവട്ടെ നിങ്ങളും ഞാനും തമ്മിൽ നടന്ന സംഭാഷണവും സംസാരവും നിങ്ങൾ ആരോടും പറയരുത്, അതൊന്ന് ഒളിച്ചു വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. ഒരു ചെറിയ അപേക്ഷ മാത്രം ഒളിച്ചു വെക്കണം. അതവർക്ക് വളമായി. അത് കേട്ടപ്പോൾ അവർ ആ നാട്ടിലുള്ള ഗുണ്ടകളെയും വിഡ്ഢികളെയും അവിടുത്തെ പോക്കിരിമാരെയും എല്ലാം ഇറക്കി ഒന്നിച്ചു വിളിച്ചുകൊണ്ട് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും പരിഹാസത്തോടുകൂടെ നബിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഈ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഗുണ്ടകൾ രണ്ടു വരിയായി നിന്നുകൊണ്ട് ത്വായിഫിലൂടെ ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തി ഊഴിലെടുക്കുകയും പരിഹസിക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ, സഭ്യേതരമായ രീതിയിലും നിന്ദ്യമായ രീതിയിലും നബിയോട് പെരുമാറുകയും ചെയ്ത സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നത്തെ പ്രബോധന കാലത്ത് ത്വായിഫ് യാത്രയിൽ അനുഭവപ്പെട്ടത്. മാത്രമല്ല ആ കൂട്ടത്തിൽ വാക്കുകൊണ്ടും അസഭ്യം കൊണ്ടും മാത്രമല്ല കല്ലെടുത്തെറിഞ്ഞുകൊണ്ടും ഏറ്റവും ദുഷിച്ച രീതിയിൽ ഒരു മാന്യതയും കൽപ്പിക്കാത്തവർ ചെയ്യുന്ന രീതിയിൽ പട്ടിയെ എറിയുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ മൃഗങ്ങളെ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ വർത്തിക്കുകയും കല്ലെറിഞ്ഞ് നബിയുടെ കാലിൽ നിന്നും ചോരയൊലിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു, ദീനിന് വേണ്ടിയായിരുന്നു, അല്ലാഹുവിന്റെ ദീനിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വിഷമിച്ച് നടക്കാൻ പോലും പറ്റാതെ പാദത്തിലുള്ള പാദരക്ഷകൾ പോലും നബിയിൽ നിന്ന് നീക്കിക്കൊണ്ട് മർദ്ദിച്ച അവരുടെ ആ മർദ്ദനം സഹിക്കവയ്യാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്നിരുന്നത് ഒരു തോട്ടത്തിലാണ്. ആ തോട്ടമാകട്ടെ മക്കയിലെ രണ്ട് വൻ ശത്രുക്കളായ നബിയെ ഭേദ്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഷൈബത്ത് ഉത്തുബത്ത് എന്ന ബദറിൽ കൊല്ലപ്പെട്ട ആദ്യമായി പോരാട്ടത്തിനിറങ്ങിയ മൂന്ന് പേരുണ്ടല്ലോ, ഉത്തുബത്ത്, ഷൈബത്ത്, ഉത്തുബത്തിന്റെ മകൻ വലീദ്. ഈ മൂന്നാളുകളാണ് ബദറിൽ ആദ്യമായി പോരാട്ടത്തിനിറങ്ങിയത്. അത് പിന്നെ മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് ശേഷമാണ്. ആ ഹിജറയ്ക്ക് മുൻപും
ആ കുടുംബം റബീഅത്തിന്റെ രണ്ട് മക്കളായ ശൈബത്തും ഋതുബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളാണ്. ആ രണ്ട് ശത്രുക്കളുടെ തോട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന തോട്ടം. നബി വിഷമിച്ച് ഇരിക്കുന്നതും നബിയെ ഗുണ്ടകൾ കൊണ്ടുവന്നാക്കുന്നതും അവർ മർദ്ദിക്കുന്നതും എറിയുന്നതും വിഷമിക്കുന്നതും എല്ലാം ഋതുബത്തും ശൈബത്തും കാണുകയും അവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബപരമായ ഒരു വാത്സല്യവും സഹതാപവും ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നബി അവർ മർദ്ദിച്ചതിന്റെ രീതി എത്ര വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അങ്ങേയറ്റം ശത്രുതയിൽ പുറത്തുന്ന അബൂജഹലിന്റെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് ശപിച്ച ഖലീബ് ബദറിൽ അള്ളാഹുവിന്റെ റസൂല് വലിച്ചെറിഞ്ഞ ഏറ്റവും ദുഷ്ടന്മാരായ മക്കത്തെ ഖുറൈശി മൂർത്തികളുടെ വമ്പന്മാരാണ് ഉത്തുബത്തും ഷൈബയും. ആ ഉത്തുബത്തും ഷൈബക്കും വരെ നബിയോട് അലിവ് തോന്നി സഹതാപം തോന്നിപ്പോയി നബിയെ ത്വായിഫുകാർ കാണിച്ച മർദ്ദനവും പ്രയാസവും കേട്ട ആ സമയത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ അവിടേക്ക് ഓട്ടത്തിന്റെ ഉടമകളായ ഉത്തുബത്തും ഷൈബയും ഈ രംഗം കണ്ട് അവരുടെ അടിമയായ അദാസ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, പിന്നീട് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് നല്ല മനുഷ്യനാണ്, ക്രിസ്ത്യാനിയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായ അടിമയായിരുന്ന അദാസിനെ, അവരുടെ കോട്ടം നോക്കിയിരുന്ന അദാസിനെ ഉത്തുബയും ഷൈബയും പറഞ്ഞയക്കുകയാണ്. അതാ ആ മരച്ചുവട്ടിൽ തളർന്നിരിക്കുന്നവരാണ്, അയാൾക്ക് ഈ മുന്തിരിക്കുല നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം, ഇഷ്ടം പോലെ അയാൾ തിന്നട്ടെ, അയാൾ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുകയും വേണമെന്ന് അദാസിനോട് നിർദ്ദേശിച്ചനുസരിച്ച് അദാസ് ആ മുന്തിരിക്കുലയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തി. നല്ല തളികയിൽ ഇഷ്ടം പോലെ തിന്നാൻ പറ്റുന്ന മക്കയിൽ നിന്ന് ത്വായിഫിലേക്കുള്ള യാത്ര നമ്മൾ നിരൂപിക്കണം. മക്കയിൽ നിന്ന് ത്വായിഫിലേക്കുള്ള യാത്ര അന്നത്തെ കാലത്തുള്ള യാത്രയല്ലേ, ഒട്ടകപ്പുറത്ത് പോരുന്ന യാത്ര, കാൽനടയായിട്ടുള്ള യാത്ര. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന അന്നത്തെ യാത്ര. ഈ യാത്ര നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ മുന്തിരിക്കുല കിട്ടുന്നത്. അദാസ് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നബി മൊഴിയുന്നതും പറയുന്നതും കാതോർത്തുകൊണ്ട് തന്നെ ഇത് നൽകുകയാണ്. ഈ തോട്ടത്തിന്റെ ഉടമകൾ അങ്ങേക്ക് ഭക്ഷിക്കാൻ വേണ്ടി തന്നതാണ്, ഇത് തിന്നുക. തോട്ടത്തിന്റെ ഉടമകൾ തന്നതാണെങ്കിൽ ഹലാലായ അനുവദനീയമായ ശരിയായ ഭക്ഷണമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുന്തിരി കഴിക്കാൻ ആരംഭിക്കുകയാണ്. ഇത് കേട്ടതോടുകൂടെ തന്നെ അദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുകയാണ്. ഇത് നിങ്ങളുടെ നാട്ടിൽ പരിചയമില്ലാത്ത ഒരു വാക്യമാണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാക്യം കിട്ടിയത്? നിങ്ങളുടെ ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം എന്ന് അദാസ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ എവിടത്തുകാരനാണ്, ഏതു നാട്ടുകാരനാണ്, എങ്ങനെയാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നസ്രാനിയാണ്, ക്രിസ്തീയനാണ്. ഈ അറബ്യക്കാർ ജീവിക്കുന്ന ജീവിതത്തിന്റെ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മതകീയ ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനിയായ ആളാണ് ഞാൻ. ഈ തോട്ടമുടമകളുടെ അടിമയാണ്, അവർക്ക് കീഴിൽ വന്നിട്ട് വർഷങ്ങളായി ഈ തോട്ടം നോക്കി നടത്തുന്നു ഞാനാണ് എന്ന് അദാസ് പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടത്തുകാരനാണെന്ന് ചോദിച്ചു. നീനവ എന്ന സ്ഥലത്താണ്, ഷാമിലാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് നീനവ എന്റെ സഹോദരന്റെ നാടാണ്, എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാടാണ് എന്ന് പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് എങ്ങനെ യൂനുസിനെ അറിയാം, നീനവയെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ എന്റെ സഹോദരനാണ് യൂനുസ് ബിൻ മത്ത. യൂനുസ് ബിൻ മത്ത എന്ന് പറയുന്ന ആളും അള്ളാഹുവിന്റെ റസൂലാണ്, ഞാനും അള്ളാഹുവിന്റെ റസൂലാണ്, ഞങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ അനുസ്മരിപ്പിച്ചപ്പോൾ വേദക്കാരനായ വേദഅറിവുകളുള്ള വേദക്കാരനായിക്കൊണ്ടേ ജീവിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള അദാസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസം തോന്നുകയും മതിപ്പ് തരുകയും
നബിയുടെ കാലും കൈകളും എല്ലാം ചുംബിച്ചുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വമ്പിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഇതൊക്കെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അത്തുപത്തും ശൈബത്തും അന്തരാത്തിലായി. നമ്മൾ ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിട്ടതിന്റെ കുഴപ്പത്തിലായല്ലോ. നമ്മുടെ അദാസിനെയും അവൻ ആ വഞ്ചകൻ തട്ടിയെടുത്തല്ലോ. അവന്റെ വലയിൽ ഇവന് കുടുങ്ങിപ്പോയല്ലോ എന്നായിപ്പോയി അവൻ പിന്നെ പരിതപിക്കുന്നത്. ആ അദാസ് എന്ന് പറയുന്ന ആൾ കൊണ്ടുകൊടുത്ത തോട്ടത്തിന്റെയും പക്ഷെ മുന്തിരിക്കൊല കൊണ്ടുകൊടുത്ത സ്ഥലവും അദ്ദേഹത്തിന്റെ തോട്ടവും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സന്ദർശനത്തിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അദാസിന്റെ. അവിടേക്ക് നമ്മൾ പ്രത്യേകം ബസ്സുകാരെ ചട്ടം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആദ്യം ത്വായിഫിൽ നമ്മൾ സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോയി മടങ്ങി വരുമ്പോൾ അവിടേക്ക് എത്തും. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രദേശത്തിന് അതിന് ചില പ്രത്യേക പേരുകളുണ്ട്. കുർബാൻ എன்ற പേരുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് അറിയാം ഇൻഷാ അല്ലാഹ് അവിടെയും നമ്മൾ വരും. അവിടെയൊക്കെ കാണുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിലിരിക്കുന്നതിലേക്ക് മാത്രമാണ് നമ്മൾ മദ്രസ പാഠബുക്കിൽ പഠിച്ച ആ ചരിത്രത്തെ ഞാൻ ഇപ്പോൾ അനുസ്മരിപ്പിച്ചത്. അല്ലാഹു അതൊക്കെ ഓർക്കാനും ആ ചരിത്രങ്ങളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചരിത്രം പരിപൂർണമായി മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. കൂട്ടത്തിൽ ഉണർത്തട്ടെ. 63 പ്രസംഗങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചരിത്രത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഭാഗങ്ങൾ ദാറുസ്സുന്നയിലെ മീലാദ് മുബാറക്ക് എന്ന ആ മഹത്തായ പരിപാടിയിൽ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8-10 പ്രസംഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 63 പ്രസംഗങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. നബിയുടെ തിരുചരിത്രത്തിൽ നിന്ന് അറിയേണ്ടത് കൃത്യമായ രീതിയിൽ നല്ല പ്രബലമായ അഭിപ്രായങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നല്ല പണ്ഡിതനായ നമ്മുടെ അബ്ദുള്ള വഹബി അരൂരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുടുംബങ്ങളും നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം അത് ഒന്നൊഴിയാതെ കേട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നും ഒന്ന് നടന്നു. ഞാനതെല്ലാം നല്ല പോലെ കേൾക്കുന്നുണ്ട്. ഓരോ പ്രസംഗവും 8-10 പ്രസംഗങ്ങൾ. ആ കൂട്ടത്തിൽ ഈ ത്വായിഫിന്റെ ചരിത്രവും ത്വായിഫിലേക്ക് വന്ന പ്രബോധന ചരിത്രവും നബിയുടെ പ്രബോധന കാലത്തുണ്ടായ സംഭവങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് പറയാനിരിക്കുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി പ്രായം കഴിഞ്ഞുള്ള ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ പ്രസംഗം എത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് വേണം തിരിച്ചറിയതും നല്ലപോലെ പഠിക്കാനെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മൾ ഇപ്പൊ ത്വായിഫിനെ പ്രത്യേകം പോയി സന്ദർശിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ദേശമുള്ള മറ്റൊരു